അജ്മിക്ക് ജോബ് ഓഫർ ലെറ്റർ കിട്ടി. അജ്മി ഓഫറിൽ എത്രയാണ് സാലറി വന്നിട്ടുണ്ടായിരുന്നത്? $38 per hour ആണ് എന്ന് പറയുന്നത്. അജ്മിക്ക് PR വെച്ചത് IELTS ഇല്ലാതെയാണ്. അത് വിശ്വാസം ഉണ്ടായിരുന്നു വെക്കാൻ പറ്റുമോ? ഞാനത് കൺസൾട്ടൻസി പലവട്ടം ചോദിച്ചു, IELTS വേണ്ടല്ലോ, IELTS വേണ്ടല്ലോ. ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിളച്ചൻ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മളുടെ ക്ലയന്റ് ആയിട്ടുള്ള അജ്മിയുടെ വീട്ടിലാണ്. അജ്മിയെ കാണാനാണ് നമ്മൾ വന്നത്. അജ്മി നഴ്സാണ്. അജ്മിക്ക് മംഗ്ലീഷ് സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇമിഗ്രേഷൻ ത്രൂ പ്രോസസിംഗ് ചെയ്ത ഇപ്പോൾ ജോബ് ആയിരിക്കുകയാണ് കാനഡയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട്. അത് മാത്രമല്ല IELTS ഇല്ലാതെ തന്നെ PR വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അജ്മിയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ അജ്മിയുടെ അടുത്തോട്ട് പോകും. എല്ലാരും ഉണ്ടല്ലോ, ഫുൾ ഫാമിലി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കല്ല അജ്മി. എല്ലാ അജ്മിയുടെ കസിൻസും എല്ലാരും ഉണ്ടല്ലേ, അജ്മിയുടെ ഹസ്ബൻഡ്. അപ്പൊ നമുക്ക് അജ്മിയോട് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയാം. അജ്മിക്ക് എങ്ങനെയാണ് IELTS പോലും ഇല്ലാതെ കാനഡയിൽ PR വെക്കാൻ സാധിച്ചതെന്നുള്ളത്. അപ്പൊ അതിനു മുന്നേ അജ്മി നമുക്ക് വേണ്ടി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല അജ്മി, അത് കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞ വിശന്ന് കരിഞ്ഞാണ് അജ്മിയുടെ വീട്ടിലേക്ക് ചെന്നത്. അജ്മിയുടെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി ബിരിയാണി അജ്മി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പൊ ഗൈസ്, നമുക്ക് അജ്മിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എങ്ങനെയാണ് IELTS പോലും ഇല്ലാതെ PR വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയത്, അല്ലെ? അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. IELTS ഇല്ലാതെ PR അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അപ്പൊ IELTS ഇല്ലാതാണ് അജ്മി PR അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അജ്മി എങ്ങനെയാണ് നമ്മുടെ മംഗ്ലീഷ് വേൾഡിൽ വന്നത്? മംഗ്ലീഷ് വേൾഡിന്റെ റീൽ എനിക്ക് എന്റെ ഫ്രണ്ട് അയച്ചു തന്നു. അപ്പൊ അയച്ചത് ഞാൻ ഫുൾ റീല് കണ്ടു. പിന്നെ പ്രോഗ്രാം നോക്കിയപ്പോ ഗൂഗിളിനകത്ത് കണ്ടു ഇത് ഒരു പ്രോഗ്രാം ആണെന്നും കൂടെ കൺഫർമേഷൻ എടുത്തു. അത് ആദ്യം വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു പ്രോഗ്രാം ആണെന്ന്. ശരിക്കും കാരണം വേറെ കൺസൾട്ടൻസിക്ക് അറിയത്തില്ലല്ലോ, ഇത് നമ്മൾ മാത്രം ഇത്ര എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഈ പ്രോഗ്രാം ഒക്കെ ഉള്ളതാണോ എന്നുള്ളത്. നമ്മൾ ഉള്ള പ്രോഗ്രാംസ് മാത്രമേ പറയത്തുള്ളൂ ഗൈസ്. അതിന്റെ ലിവിംഗ് പ്രൂഫാണ് അജ്മി. അപ്പൊ നമുക്ക് ആ പ്രോസസിംഗ് പാത്ത് വേ ചോദിച്ചറിയാം. അപ്പൊ എന്നായിരുന്നു നമ്മുടെ രജിസ്റ്റർ ചെയ്തത്? ഓഗസ്റ്റിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൺസൾട്ടന്റ് സപ്പോർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിൽ അവർ കൺവിൻസ് ചെയ്തു. ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ശരിക്കും അവരുടെ ഒരു എക്സ്പ്ലനേഷനിലാണ് നമുക്കിതൊരു ഉറപ്പുള്ള പ്രോസസ് ആണെന്ന് മനസ്സിലായത്. പിന്നെ അത് കഴിഞ്ഞു ലൈസൻസിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. പ്രിൻസ് എഡ്വേർഡ് ഐലാൻഡിന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് അറേഞ്ച് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്നോട് പറഞ്ഞു ഇന്റർവ്യൂവിന് കുറച്ച് ടൈം എടുക്കും, ജാനുവരിയിലാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ ചോദിക്കണോ, IELTS ഇല്ലാതെ ഇംഗ്ലീഷ് എഴുതാൻ പറ്റും എന്ന് നേരത്തെ അറിയത്തില്ലായിരുന്നു. കാനഡയുടെ നമ്മുടെ നോർമൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്മാർക്ക് പോകാൻ നല്ല പാടായിരുന്നു. അതാണ് ഇച്ചിരി എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. ഗൈസ്, ഒരുപാട് പേർക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി സംശയമുണ്ട്. കാരണം മിക്ക കൺസൾട്ടൻസികൾക്കും ഈ ഒരു പാർട്ടിയെ പറ്റി യാതൊരു അറിവുമില്ല. അവർ ജസ്റ്റ് എക്സ്പ്രഷൻ പ്രൊഫൈൽ ഉണ്ടാക്കിയിരുന്നു, അതിലൂടെ കിട്ടുമെന്ന് വിചാരിച്ച് ഒരുപാട് നഴ്സിംഗ് വെയിറ്റ് ചെയ്തിരുന്ന അവർ എക്സ്പ്രഷൻ പ്രൊഫൈൽ എക്സ്പയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ചെയ്യുന്നതാണ് അത് കറക്റ്റ് പാത്വേ എന്ന് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബ് ഓഫർ കിട്ടുന്നു, അതുപോലെ അത് വർക്ക് പെർമിറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് PR വെക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ആരും ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് IELTS സ്കോർ കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഞാൻ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, നിങ്ങൾക്ക് IELTS ഇല്ലാതെ തന്നെ അറ്റ് പ്രസന്റ് കാനഡയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനുള്ള ATT അവർ തരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്ത ആളാണ് അജ്മി. അപ്പൊ ഇംഗ്ലീഷ് എക്സാം എഴുതിയപ്പോ കോൺഫിഡന്റ് ആയിരുന്നോ ക്ലിയർ ചെയ്യുന്നുള്ളത്? പക്ഷെ ക്ലിയർ ചെയ്തു. ഇതാണ് എല്ലാവരുടെ കേസ് എന്ന് പറയുന്നത്. എല്ലാവരും ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര പാടുന്നൊക്കെയാണ്. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഇംഗ്ലീഷ് ക്ലിയർ ചെയ്യുന്നുണ്ട്. എത്രയാണ് സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? $38 per hour ആണ്. അപ്പൊ അജ്മി പ്രതീക്ഷിക്കുന്നു എത്ര ഒരു റേഞ്ചിലേക്ക് നമുക്ക് ലൈഫ് ചേഞ്ച് ആകും എന്നുള്ള കേസ്? കാനഡയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നേരെ വഴി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന പ്രതീക്ഷിച്ചില്ല. അതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ജോബ് ഓഫറിനുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് നമ്മൾ $1 പോലും വാങ്ങിച്ചിട്ടല്ല ചെയ്തു കൊടുക്കുന്നത്. നമ്മളുടെ ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ഫീസ് പ്രോസസിംഗിന് വേണ്ടിയിട്ടുള്ള ഫീസ് മാത്രമാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ ജോബ് ഓഫറിനൊക്കെ നമ്മൾ എന്തെങ്കിലും പൈസ അതാണ് പരിപാടി. നമ്മളെല്ലാം ഡയറക്റ്റ് ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ജോബ് ഓഫറിൽ ഒന്നും നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കുന്നതല്ല. ആ അസിസ്റ്റൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. നിങ്ങൾക്ക് IELTS ഇല്ലാതെ തന്നെ ഇംഗ്ലീഷ് എഴുതാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണിത്. അതിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് തന്നെ കാനഡയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അജ്മിയുടെ കേസ് നോക്കുക, അജ്മിക്ക് നല്ല അടിപൊളി സാലറിയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അജ്മിക്ക് PR വെച്ചത് IELTS ഇല്ലാതെയാണ്.
അത് വിശ്വാസം ഉണ്ടായിരുന്നു വെക്കാൻ പറ്റുമോ? ഇല്ല. ഞാനത് കൺസൾട്ടൻസി പലവട്ടം ചോദിച്ചു. എനിക്ക് അല്ല അയൽസ് വേണ്ടല്ലോ, അയൽസ് വേണ്ടല്ലോ. അത് ചില പ്രോവിൻസസിന്റെ സ്പെഷ്യാലിറ്റി ആണ്. അത് എല്ലാ പ്രോവിൻസസിലും ഭാഗമായിട്ട് വരുന്നില്ല. ഇപ്പൊ അജ്മിക്ക് കിട്ടിയത് പ്രിൻസ് ആൻഡ് ഡയറക്റ്റിലേക്കായിരുന്നു. അപ്പൊ അവിടെ ഐഎൽസ് ഇല്ലാതെ തന്നെ നമുക്ക് അജ്മിക്ക് വേണ്ടി PR കിട്ടാനായിട്ട് സാധിച്ചു. അത് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും പറ്റില്ല. അപ്പം എന്നത്തേക്കാണ് നിങ്ങൾ പോവാനൊക്കെ ഉദ്ദേശിക്കുന്നത് കാനഡയിലേക്ക് പുറക്കാൻ? ഓഗസ്റ്റിലേക്ക് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ പോകുന്നില്ലേ? അജ്മി അറ്റ് പ്രസന്റ് സൗദിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എക്സിറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണം. അപ്പൊ മംഗളൂരുവിന്റെ ഓവറോൾ സർവീസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഡോക്യുമെന്റേഷൻ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എന്റെ വർക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റി. ഹസ്ബൻഡിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടി. അത് നമ്മൾ തന്നെ ചെയ്തു. നമ്മൾ തന്നെ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും PR സബ്മിറ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മുടെ മംഗളൂരുവിലെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ ഓൾറെഡി ചെയ്തു തുടങ്ങി. അപ്പൊ കൂടുതൽ നഴ്സസിനോടൊക്കെ പറയാം മംഗളൂരുവിലാണ് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി എന്നുള്ളത്. തീർച്ചയായും. എനിക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ പോലെ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. പക്ഷെ പ്രോഗ്രാം ന്യൂ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയുണ്ട് തുടങ്ങാനായിട്ട്. നിങ്ങൾ അങ്ങനെ മടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം പോകും. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് പോയി കഴിഞ്ഞാൽ അത് ആ ഒരു ചാൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ തന്നെ അക്കാഡമിയിൽ പോയി രജിസ്റ്റേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മംഗളൂരുവിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസ് നമ്മൾ ഇന്ന് ചെയ്തു തരുന്നതായിരിക്കും. അത് പിള്ളേഴ്സിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പൊ ഗൈസ്, അജ്മിക്കും അജ്മിയുടെ ഫാമിലിക്കും കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ക്യാമറയിലൊക്കെ ചെന്ന് മറക്കുമോ? നന്നായി വരട്ടെ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെന്ന് അറിയിച്ചതിന് ഇത്രയും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതാണ് മംഗളൂരു. അതാണ് That's it, guys. Peace out.